പോണം, ടൈം കളയരുത്. Yeah. NLP കമ്മ്യൂണിക്കേഷൻ മോഡലിനെ പറ്റി അറിയാവുന്ന എന്താണെന്നൊക്കെ പറയാം. NLP കമ്മ്യൂണിക്കേഷൻ മോഡല് മെറ്റാ മോഡലും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് അങ്ങ് കിട്ടുന്നു. NLP കമ്മ്യൂണിക്കേഷൻ മോഡൽ, ആ പടം വരച്ചിട്ടുള്ളത്, എക്സ്റ്റേണൽ ഇവന്റ് ഫിൽറ്ററിംഗ് ഒക്കെ ഉള്ളത്. ഓക്കെ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ മോഡൽ അതില് നമ്മൾ 134 ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ഇന്റേണൽ നമ്മളത് നമ്മൾ പുറം ലോകത്തിൽ കാണുന്നതിനെ മുഴുവനും നമ്മൾ ഇന്റേണൽ ആയിട്ട് നമ്മൾ എടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഒരു വാസ്റ്റ് ഇതാ കാണുന്നതെങ്കിൽ അതിലൊരു ചെറിയൊരു ഇത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ ഇത് നമ്മളിപ്പോ എക്സ്റ്റേണൽ ഇവന്റില് നമ്മൾ 5 സെൻസസ് ഉപയോഗിച്ച് ദാറ്റ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം 5 സെൻസസിൽ കൂടെ അതിൽ ഇന്റേണൽ ആയിട്ട് എടുക്കുന്നത് അതിന് മുഴുവൻ എടുക്കാൻ പറ്റില്ല. അതിൽ കൂടെ ഫിൽട്രേഷൻ നടക്കും, ജനറലൈസേഷൻ, ഡിസ്റ്റോർഷൻ ആൻഡ് ഡെലീഷൻ. ഇതിനൊക്കെ ശേഷം ഏകദേശം 5 to 9 ചങ്ക്സ് ഓഫ് ഇൻഫർമേഷൻ ഓൾറെഡി ഗോയിങ് ഇൻ ടു അവർ ഇന്റേണൽ ഓർഗൻ, ഇന്റേണൽ റെപ്രസെന്റേഷൻ. അവർ മൈൻഡിൽ ഇത്രയും പതിക്കുന്നുള്ളൂ. അതാണ് നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് കഴിഞ്ഞ് പിന്നീട് അതിന്റെ ഫിസിയോളജി, നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് അത് നമ്മുടെ മാനസികാവസ്ഥ അതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബിഹേവിയറിനെ അത് പ്രകാരം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ 6 മതി. ഇനി മേരി തഗ്ല എന്ന് പറഞ്ഞതിനെ പറ്റി കമ്മ്യൂണിക്കേഷൻ മോഡൽ. നമ്മൾ ധാരാളം ഒരു ഇവന്റ് നടക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോകും. അത് എല്ലാം തന്നെ നമ്മുടെ പുറത്തെ ലോകവും അകത്തെ ലോകവും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ജനറലൈസ് ചെയ്യും, അതുപോലെ തന്നെ ഡിസ്റ്റോർഷൻ ചെയ്യും, അതുപോലെ ഡിലീഷൻ ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങൾ അതില് നമുക്ക് നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ഭാവമാറ്റങ്ങൾ ഉണ്ടാവാം, ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവാം. അതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മതി, താങ്ക് യു. ഇനി ശ്രീജ പറഞ്ഞ്, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം കേട്ടോ. ഷീജയാണോ സർ? ഇതേ ക്വസ്റ്റ്യൻ ഷീജയാണോ അതോ സാർ? ശ്രീജ 8. സാറേ, നമ്മളൊരു സംഭവം കാണുമ്പോൾ അത് എക്സ്റ്റേണൽ ആയിട്ട് കാണുമ്പോൾ നമ്മൾ അകത്തോട്ട് എടുക്കുന്നത് ഡിലീഷൻ ആദ്യം ജനറലൈസ് ചെയ്തിട്ട് അത് വളച്ചൊടിച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് ഇന്റേണലി എടുക്കുന്നത്. എക്സ്റ്റേണൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇന്റേണൽ റെപ്രസെന്റേഷൻ അനുസരിച്ച് അകത്തോട്ട് കയറിയിട്ടാണ് ഓരോരുത്തരും ഡിഫറെന്റ് രീതിയിലാണ് എടുക്കുന്നത്. എത്ര എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് നമുക്ക് ഓരോരുത്തരുടെ ഇമോഷനിലും അത് വേരി ചെയ്താണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. അത്ര ഇപ്പൊ കിട്ടുന്നുള്ളൂ സാറേ. ഓക്കെ, സീന ഒന്ന് പറഞ്ഞേ. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി ആണ് നമ്മുടെ ഉള്ളിലേക്ക് പുറത്തുനിന്നുള്ള ഡാറ്റ വരുന്നത്.
അപ്പോൾ അത് ഈ 5 സെൻസ് ഓർഗൻസിൽ കൂടെ എത്തുമ്പോൾ അത് ഒരുപാടുണ്ട്. അത് 20 ലക്ഷം എന്നോ ഒക്കെ പറയാം. അത്രയും കാര്യങ്ങള് നമ്മള് അതിനകത്തുനിന്ന് ചെറുതാക്കിയിട്ട് ആണ് നമുക്ക് എടുക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ കാര്യങ്ങളെ കാണുമ്പോൾ അത് നമ്മള് ഡിസ്റ്റോഷൻ, അതായത് കുറച്ചൊന്ന് വളച്ചൊടിച്ചിട്ട്, അല്ലെങ്കിൽ ചിലതൊക്കെ അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് പോകും നമ്മൾ കാണുന്ന കാര്യങ്ങളില്, അല്ലെങ്കിൽ മൊത്തമായിട്ട് ജനറലൈസ് ചെയ്തിട്ടായിരിക്കും ഈ കാര്യങ്ങൾ, ഇത്രയും ബൾക്കായിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പൊ പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ എല്ലാ പാമ്പും കടിക്കും, അല്ലെങ്കിൽ പാമ്പ് കടിക്കുന്നതാണെന്നുള്ള ഒരു ഡിസ്റ്റോഷൻ വരുത്തിയിട്ട് നമ്മൾ കാണുമ്പോൾ ബാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ സംഭവിക്കും. നമ്മുടെ ശരീരത്തിന് മാറ്റം സംഭവിക്കും, ഫിസിയോളജിയിൽ മാറ്റം സംഭവിക്കും, സ്റ്റേറ്റ് ഓഫ് മൈൻഡിന് മാറ്റം സംഭവിക്കും, ബാക്കി ഫിസിയോളജിയിലും പുറത്തേക്ക് വേറെ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. അത് തന്നെ നമ്മുടെ സ്വഭാവവും ആയി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ലോകം വളരെ വലുതാണ്. നമ്പർ 2 ഷീജ പറഞ്ഞ്, ഡോക്ടർ ഷീജ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഇൻഫർമേഷൻസ് സ്വീകരിക്കുമ്പോൾ അറ്റ് എ ടൈം എ ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് വിൽ ബി ഗാതേർഡ് ബൈ ദ 5 സെൻസ് ഓർഗൻസ്. അത് കുറച്ച് സെക്കൻഡ്സ് കൊണ്ടായിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം എന്നുള്ളത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരവരുടെ ചില സ്വാഭാവിക സവിശേഷത, ചില നേരത്തെ ഉള്ള എക്സ്പീരിയൻസസ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരും അതിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ആ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് ഈ ഇൻഫർമേഷനിൽ ചില ഡിസ്റ്റോർഷൻസ്, ചില ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നടത്തിയിട്ട് നമ്മുടേതായ ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. എന്നിട്ട് അത് നമ്മുടെ തോട്ട് പ്രോസസ്സിലും ഇമോഷൻസിലും ഒക്കെ ഡിഫറൻസസ് ഉണ്ടാക്കുകയും നമ്മുടെ ബിഹേവിയറിലേക്ക് അത് ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, മതി. മേരിക്കുഞ്ഞ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. അൺമ്യൂട്ട് ചെയ്തില്ല. ആ സ്പീക്കറിന്റെ അത് തന്നെ, കറക്റ്റ്. നാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് വളരെ ലക്ഷക്കണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് മുഴുവനും ഒന്നിച്ച് നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അറിവുകൾ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ സ്വീകരിക്കും, കുറെ തള്ളിക്കളയും. സ്വീകരിക്കുന്നവ തന്നെ നമ്മുടെ അറിവ് വെച്ചിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ വെച്ചിട്ടാണ് നമ്മുടെ പ്രവൃത്തികൾ വരിക. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, ദേഷ്യമോ സന്തോഷമോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന റിസൾട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്താണോ സ്വീകരിച്ചിരിക്കുക അതിന്റെ വെളിച്ചത്തിലായിരിക്കും നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, താങ്ക് യു. മതി. സുവേനെ പറയാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. കമ്മ്യൂണിക്കേഷൻ മോഡൽ അല്ലേ സാറേ? അത് തന്നെ. ഇതില് പൂർണ്ണമായിട്ട് 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഇവന്റ് ആണ്. നമുക്ക് നമ്മുടെ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതിന് നമ്മൾ 3 എല്ലാം കൂടി നമ്മുടെ ഉള്ളിലേക്ക് കയറൂല. വരുന്നതിനെ നമ്മൾ 3 കാറ്റഗറി ആക്കി തിരിച്ചിട്ട് ഡിലിറ്റേഷൻ, അതേപോലെ തന്നെ ഡിസ്ട്രോഷൻ ആൻഡ് ജനറലൈസേഷൻ, അങ്ങനെ 3 കാറ്റഗറി ആക്കി തിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു ഇന്റേണൽ ഒരു ഇന്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോ ഒന്നെങ്കിൽ അതിൻ്റെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ്, കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിൽ നിന്ന് നമ്മളൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് ഒന്നെങ്കിൽ ഒരു ദേഷ്യം വരിക, അല്ലെങ്കിൽ ഭയങ്കര നെർവസ് ആവുക, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആവുക, ഇങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ആയിട്ട്
അതുമൂലം നമുക്ക് ഒന്നുകിൽ ഫിസിയോളജിക്കലി ആയിട്ട് ഒന്നുകിൽ ബ്രീത്തിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം വരിക, അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ടാവുക, ഇങ്ങനെ ഫിസിയോളജിക്കലി മാറ്റം വന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു മൂലം നമുക്ക് എന്ത് ചെയ്യാണ് ബിഹേവിയറല് ഓക്കെ നമ്മൾ ഓക്കെ പ്രകടമാക്കണം. അപ്പൊ ഒന്നുകിൽ താങ്ക് യു മതി. ഓക്കെ, അടുത്ത ചോദ്യം മൊഡാലിറ്റീസ് എന്താണെന്നൊന്ന് പറഞ്ഞേ. ശ്രീജ നമ്പർ 8. പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. മൊഡാലിറ്റീസ് Yes. മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ സിസ്റ്റം തന്നെയാണ് കേട്ടോ. റെപ്രസെന്റേഷൻ സിസ്റ്റം എന്നാന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞല്ലേ. ഓക്കെ, അത് പോട്ടെ. എന്നാ ആരാ മേരി തക്ല പറയാമോ? മെറ്റാ മോഡൽ ബിയോണ്ട് അവർ തോട്ട്സ് അതല്ലേ ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റേഷണൽ സിസ്റ്റം. മെറ്റാ മോഡൽ സിസ്റ്റത്തെ കുറിച്ച്. ആർക്ക് പറയാം? സാറേ, ഈ ഓഡിറ്ററി വിഷ്വൽ കൈനസ്തെറ്റിക് അതാണോ? എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞത്, ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കുന്നത്. അതെ, വിഷ്വൽ ഓഡിറ്ററി ഇല്ല, ഇവിടെ ചോദിക്കുന്നവർ മാത്രമേ മിണ്ടാവുള്ളൂ, വേറെ ആരും മിണ്ടരുത്. ശ്രീജ, സീന പറഞ്ഞോളൂ. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ചിലര് കേൾവിയാണ് ഓഡിറ്ററി. വിഷ്വൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത്. കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പർശിച്ചറിയുന്നത്. അതിന്റെ കൂടി ഒൾഫാക്ടറിയും പിന്നെ ഒൾഫാക്ടറി എന്ന് പറയുന്നത് മണം അറിയേണ്ടതാണെന്ന് എനിക്ക് തോന്നണത്, തെറ്റാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ടേസ്റ്റും, അതെല്ലാം കൂടിയാണ് കൈനസ്തെറ്റിക്കിൽ വരുന്നത്. വിഷ്വല് നമ്മൾ കാണുന്നത്. ചില ആളുകൾ വിഷ്വലായിട്ട് കൂടുതൽ അതായിരിക്കും അവർക്ക് മുന്നിൽ നിൽക്കുക. അവര് കാഴ്ചക്കായിരിക്കും. മതി. ഇനി മോഡൽ ഓഫ് ദ വേൾഡ് എന്താണെന്ന് പറയാമോ? മേഴ്സിക്ക് പറയാമോ? മോഡൽ ഓഫ് ദ വേൾഡ്. നമ്മുടെ തലയുടെ ഉള്ളില് നമ്മളെല്ലാം കാര്യമായിരിക്കുന്ന മോഡൽ ഓഫ് ദ വേൾഡാ, ലോകത്തിനെ അല്ല. അൺമ്യൂട്ട് ചെയ്യണേ സിസ്റ്റർ മേഴ്സി. ഇത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അത് എല്ലാ ഇൻഫർമേഷനും നമ്മൾ വാട്ട് വി പെർസീവ്, അതാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആഫ്റ്റർ ഡെലിറ്റ് ഡിസ്റ്റോർഷൻ ആൻഡ് ജനറലൈസേഷൻ നമ്മൾ എന്താണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ മോഡല്. And we have code for every this representation. നമ്മൾ മോഡാലിറ്റീസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇന്റേണൽ റെപ്രസെന്റേഷനും ചേഞ്ച് ചെയ്യും. മേരി കുഞ്ഞിന് പറയാമോ? പറ്റുന്നില്ല സാർ. ഇല്ല, മോഡൽ ഓഫ് ദ വേൾഡ് നമ്മുടെ തലയില് നമ്മൾ കാര്യം ചെയ്യുന്ന മോഡൽ ഓഫ് ദ വേൾഡാ. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് 2 ലോകമുണ്ട്, ഒന്ന് പുറത്തെ ലോകം, ഒന്ന് അകത്തെ ലോകം. പുറത്തെ ലോകം അങ്ങ് കടന്ന് പോകും, അതിനെ പിന്നെ പിടിച്ചാൽ കിട്ടിയല്ല. പക്ഷെ ഈ പുറത്തെ ലോകത്തിനെ മുഴുവൻ നമ്മൾ ഉള്ളിൽ കൺസീവ് ചെയ്തു. ആ ലോകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. കാരണം മറ്റേ പുറത്തെ ലോകം തീർന്നു പോയല്ലോ, പിന്നെ തലയിൽ നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന. ആ മെമ്മറി കിടക്കുന്നതൊന്നും യാഥാർത്ഥ്യമല്ല,
പുറത്തെ ലോകത്തിന്റെ പാർഷ്യലി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന കാര്യം മാത്രമേ നമ്മുടെ തലയിൽ കിടപ്പുള്ളൂ. അതാണ് മോഡൽ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് എല്ലാവരുടെയും മോഡൽ ഓഫ് ദ വേൾഡ് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നതാണ് പറഞ്ഞത്. ഇനി അടുത്തതാ ഫോബിയ എന്താണെന്ന് മേരി തക്കളൊക്കെ പറയാം. യെസ് സർ. ആ ഫോബിയ പറഞ്ഞു. എന്ന് പറഞ്ഞാല് പലതരം പേടികളാണ്. ഫിയർ. ഫോബിയ പേടികളാണ് ഫോബിയ. ഫോബിയ എന്താണെന്ന് പറ, ഉദാഹരണമൊക്കെ പറഞ്ഞാലും മതി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തെ പേടിയുണ്ടാവും, ചിലപ്പോ ഹൈറ്റ് പേടിയുണ്ടാവും. പിന്നെ ഫോബിയ എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാക്ക് അകാരണ ഭയം എന്ന്. കാരണമില്ലാത്ത വെള്ളം കണ്ടാൽ പേടിയൊക്കെ ചിലർക്ക് തോന്നും, ഹൈറ്റ് കണ്ടാലും പേടി തോന്നും. ഇതെങ്ങനെയല്ല, ഇത് കാണാതെ കൊണ്ട് അനുഭവിക്കാതെ കൊണ്ട് നമുക്കിതിനെപ്പറ്റി ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പേടിയുണ്ടാകും. അതാണ് അകാരണ ഭയം. ഒരു കാരണവുമില്ല. വെള്ളം കാണണ്ട, വെള്ളത്തിന്റെ പടം കണ്ടാൽ മതി. ഹൈറ്റ്, ഒരു മല കണ്ടാൽ മതി. അതാണ് ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, പരമേശ്വർ സാറ്, സാറിന്റെ നമ്പർ എത്രയാണ്? എത്രയാ മേഴ്സി സിസ്റ്ററെ? ഏതാ ഫോൺ നമ്പറോ? അല്ല അല്ല, 555. 5. ഓക്കെ, അപ്പം പരമേശ്വർ സാറിനോട് ഇവരോട് ഇതൊക്കെ ചോദ്യം ചോദിക്കാൻ പോവാണ്. കമ്മ്യൂണിക്കേഷൻ മോഡൽ, അതിനെപ്പറ്റി ചെറുതായിട്ട് വിവരിക്കാവോ? ആ ആ പറയാം. ആ NLPയിൽ കമ്മ്യൂണിക്കേഷൻ മോഡലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ഇൻഫർമേഷൻ അകത്തോട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് 2 മില്യൺ ഇൻഫർമേഷനാണ് അറ്റ് എ ടൈം കയറുന്നത് ഒരു സാധനത്ത് കാണുമ്പോൾ. ആ 2 മില്യൺ അകത്തോട്ട് പോയാൽ പക്ഷേ ഈ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വളരെ ചെറിയ ഒരു ഇതായിട്ട് മാറും. അപ്പോൾ ഫുൾ ഇത് നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവില്ല. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ അകത്തോട്ട് കയറ്റുന്നത്, അത് കഴിയുമ്പോഴത്തേക്ക് നേരെ അതൊരു ഫിൽറ്റർ കഴിഞ്ഞാലേ നമ്മുടെ ബ്രെയിനകത്ത് കയറത്തുള്ളൂ. മതി. ഇനി അടുത്ത ചോദ്യം, ഫോബിയ എന്താണെന്ന് പറയാം. ഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഹൈറ്റിനകത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നും. അല്ലെങ്കിൽ വെള്ളം കണ്ടാൽ ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേടി തോന്നും. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഫോബിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിൽ IRന്റെ അനുസരിച്ചാണ് നമ്മളുടെ അതിൻ്റെ ആ ബിഹേവിയറായിട്ട് മാറുന്നത്. മതി സാറേ, അത് ഈ ഫോബിയയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? ഫോബിയയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം. ഈ ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ആൻസൈറ്റിയുടെ ഭാഗമാണത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടോ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയാണ്, എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ അനുഭവം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് പേടി. പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്നതാണ് ഫിയർ എന്ന് പറയുന്നത്. അല്ലെ മലയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ പേടി തോന്നുക എന്നുള്ളതാണ്.
ഫോബിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമില്ല, അകാരണ ഭയം. ഡയറക്റ്റ് നമ്മളെ ഇൻവോൾവ് ചെയ്യണ്ട. പാമ്പിനെ പടവും വേണ്ട, പാമ്പിനെ പോലെ വളഞ്ഞിരിക്കുന്ന ഒരു വഴിയുടെ പടം നമ്മുടെ കർട്ടനെ കണ്ടാൽ മതി. അതാണ് ഫോബിയ എന്ന്, അകാരണ ഭയം. അതപ്പോൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ Yes, അടുത്ത് yes. ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇപ്പൊ കല്യാണം കഴിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഓരോ ഇഷ്യൂസൊക്കെയാണ്. ഒരു പെണ്ണിനെ ബെഡ്റൂമിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടി, എന്താണെന്ന് ആർക്കും അറിയത്തില്ല, അവളോട്ട് പറയുന്നില്ല. ആ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ഈ വളഞ്ഞു പോകുന്ന വരകളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പുള്ളി പേടിച്ചു. അത് അവക്കും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. ഇതൊക്കെയാ ഫോബിയ എന്ന് പറഞ്ഞാൽ. ഫോബിയ പലപ്പോഴും നമുക്ക് എന്താണെന്ന് പിടികിട്ടിയല്ല. അപ്പോൾ അത് അങ്ങേരെയും കൂടെ നമ്മുടെ അടുത്ത്, നമ്മൾ NLP പഠിച്ച ആളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ 1-2 ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പിടികിട്ടും കാര്യം എന്നാണ്. അതാണ്. ഓക്കെ. 4 pillars of NLP ആർക്ക് പറയാം? മേരി കുഞ്ഞിന് ഐഡിയ ഉണ്ടോ? 4 pillars? ഇല്ല. ശ്രീജ മോൾ? ഏതായാലും ഉള്ളത് പറയാം. ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തു തന്നെയാണ് ഈ തിയറി, മാസ്റ്റർ തിയറി റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തു നിന്നാണ് ജനറൽ ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഒരു കൗൺസിലർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും 61 ടോപ്പിക്കിലുണ്ട്. അപ്പൊ അതൊന്നും വായിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അറ്റൻഡ് ചെയ്താൽ മതി, പിന്നെ ഓടിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നത്, അങ്ങനെ കണ്ട് നമുക്ക് ഐഡിയ കിട്ടും ഇത് എന്തൊക്കെയാണ്. ഇതെല്ലാം ഈ ഞാനിപ്പോ ഈ ചോദിച്ചതെല്ലാം അതിനകത്ത് നിന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ബേസിക്കിനകത്ത് ചെറുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ബേസിക് ചെയ്തവർക്ക് ആ അഡ്വാൻസ് കോഴ്സിന്റെ തിയറി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. ഇത് ഞാനൊന്നും ചെയ്തതാ, തീർന്നു, സർട്ടിഫിക്കറ്റും കിട്ടി, തീർന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്യൂ എന്ന് പറയുന്നു. ഓക്കെ. പ്രീ സപ്പോസിഷൻ, ഇത് നമ്മുടെ ബേസിക്കിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പ്രീ സപ്പോസിഷനെ പറ്റി ഡോക്ടർ ഷീജ 2 വാക്ക് പറഞ്ഞ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഷീജയ്ക്ക് അവിടെ വീഡിയോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? ആർക്ക് പറയാം? പ്രീ സപ്പോസിഷൻ ഒരു ഇൻട്രൊഡക്ഷൻ. Presupposition. ആരാ പറയുന്നത്? Presupposition. It helps us to empower ourselves and use our power. We should be aware that map is not the territory. നമ്മൾ കാണുന്നതല്ല, അതിന് ബിയോണ്ട് there are things. പിന്നെ അടുത്തത്, if others can do, if he can do. ഒന്ന് ജനറലൈസ് ചെയ്യാനാ പറഞ്ഞത്. It empowers us, it helps us to be empowered and use our power. ഓക്കെ. ഇനി ആരാ? ശ്രീജാമോള് പറഞ്ഞേ. നമ്മളെ NLP എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ആണ്. ഓക്കെ. സീന പറയൂ. NLP എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നത് തന്നെയാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ സപ്പോസ് ചെയ്യും, നമുക്ക് വന്ന് ഭവിക്കുന്ന കാര്യങ്ങൾ. അതായത് നമ്മുടെ ലാംഗ്വേജ് ആണ് നമ്മുടെ ദുഃഖവും സുഖമായിട്ടൊക്കെ നമ്മൾ ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ലാംഗ്വേജിൽ കുറച്ച് പ്രീ സപ്പോസിഷൻസ് NLP പറയുന്നുണ്ട്. അത് അവിടെ പ്രയോഗിച്ചാൽ നമുക്ക് മതി. മേരി തക്കള പറയൂ. നമ്മുടെ ചിന്തകളില് മാറ്റം വരുത്തണം. അതെ, ഇതൊക്കെ ശരിയാണ്, പറഞ്ഞൊക്കെ ശരി.
കൃത്യമായിട്ടുള്ള ഒരു സെന്റൻസ് ആദ്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഡു യു വാണ്ട് ടു ബി അണ്ടർ ദ മേഴ്സി ഓഫ് സംബഡി എൽസ്? മറ്റുള്ളവരുടെ ദയ കൊണ്ട് നിനക്ക് ജീവിക്കണോ വേണ്ടയോ എന്നാണ് ചോദ്യം. വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പ്രീ സപ്പോസിഷനൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് വളരെ മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പേടിയാകും, എനിക്ക് ദേഷ്യം വരും, വെറുപ്പ് വരും, എല്ലാം വരും. അപ്പോൾ എപ്പോഴും എന്നെ ചിയർഫുൾ ആക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതാണ് എല്ലാവരുടെയും പ്രശ്നം. നിങ്ങളുടെ എൻ്റെയൊക്കെ പ്രശ്നമാണ്. എടാ തോമസ്, യു ആർ റോങ്, യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗെറ്റ് ഒഫൻഡഡ്. അപ്പൊ എല്ലാവരും എന്നോട് പറയാം, തോമസ് സാറേ നീ മിടുക്കനെ കേട്ടോ, നല്ല സുന്ദരനാണ്, കാര്യങ്ങളൊക്കെ അറിയാം എന്ന് എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരെങ്കിലും എനിക്കെതിരായിട്ടോ അല്ലെങ്കിൽ എന്നെ കളിയാക്കി സംസാരിച്ചാൽ ഞാൻ ഡൗൺ ആയി. ഇതാണ് പ്രീ സപ്പോസിഷൻ. അപ്പൊ ഈ പ്രീ സപ്പോസിഷനാണ് നമ്മളെ സ്ട്രോങ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ നടു നേരെ നിൽക്കുള്ളൂ. ഏത് വ്യക്തികൾ വന്നാലും ഒരു പ്രീ സപ്പോസിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് കൗൺസിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും വന്നിട്ട് പറയാ, അപ്പൻ എന്നെ കണ്ടമാനം വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ അവരെ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രീ സപ്പോസിഷൻ പറഞ്ഞാൽ മതി, തീർന്നു, അവന്റെ പ്രശ്നം തീർന്നു. NLP എന്ന് പറഞ്ഞാൽ ആദ്യത്തെ NLPയുടെ ഏത് സെന്റൻസ് ഉപയോഗിച്ചാലും കൗൺസിലിംഗ്. ഓക്കെ. റാപ്പോ എന്താണ്? ഈ റാപ്പോ എന്തിനാണ് റാപ്പോ ചെയ്യുന്നത്? അല്ലാണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. മേരി കുഞ്ഞ് രണ്ടുമൊക്കെ പറഞ്ഞ റാപ്പോയെ പറ്റി. ഓർമ്മ വരുന്നില്ല, കുറച്ച് നാളായി ക്ലാസ്. വേണ്ട വേണ്ട വേണ്ട. എന്നാ സീന പറയൂ. കൗൺസിലിംഗില് കൗൺസിലർ കൗൺസിലിംഗായിട്ട് റാപ്പോയിൽ ഇരുന്നാലാണ് അവരുടെ ഉള്ളിലെ കാര്യങ്ങൾ അവർ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അതിപ്പോ നിങ്ങൾ പറയുന്ന നിങ്ങളൊക്കെ കൗൺസിൽ ആകുന്നില്ലേ, നാട്ടുകാർക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ചുമ്മാ വഴിക്കട നടക്കും. എല്ലാവർക്കും ആവശ്യമുണ്ട്. എന്നാ അത് സാറ് പറയണ ഒരു എക്സാമ്പിൾ ആണ് ഒരാളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിക്കാനായിട്ട് പോണ ഒരു കാര്യം. അപ്പൊ ഭാര്യ കിണറ്റിൽ വീണെടുക്കുകയാണ്, പക്ഷേ കടം വാങ്ങിക്കാൻ പോണേ 100 രൂപ, അതിനെ രക്ഷപ്പെടുത്താനോ എന്തിനോ ആരെയൊക്കെ വിളിക്കാനോ ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് എന്റെ ഭാര്യ കിണറ്റിൽ വീട്ട് എനിക്ക് പൈസ താ എന്ന് പറഞ്ഞാല് ശരിയാവില്ല. അപ്പൊ ആദ്യം നിന്ന് അവിടെ നിന്ന് ചിരിച്ചു വിശേഷമൊക്കെ ചോദിച്ചു അവസാനം അവിടുത്തെ ആദ്യത്തെയും ചോദിക്കും എന്താണ്. നമുക്ക് അങ്ങനെ പോകാൻ ടൈമില്ല ഇവിടെ. എല്ലാവരുടെ 2 മിനിറ്റ് ഒക്കെ ഉള്ളു ഓരോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനാ ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങളെ ജയിപ്പിക്കാനോ തോപ്പിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ സ്പെർ ഓഫ് ദ മൊമെന്റ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞെളിഞ്ഞ് വരണം. റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എപ്പോഴും റാപ്പോ ബിൽഡ് ചെയ്യും. നല്ല റാപ്പോയിലായിരിക്കണം. ഇറ്റ് ഈസ് എല്ലാ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ റിലേഷൻഷിപ്പ് മാത്രമല്ലേ. ഒരു പക്ഷിയെ കാണുമ്പോൾ നമുക്ക് റിലേഷൻഷിപ്പാണ്, ഒരു റൂമുമായിട്ടും റിലേഷൻഷിപ്പാണ്, ഒരു കാലാവസ്ഥയായിട്ടും റിലേഷൻഷിപ്പാണ്, മനുഷ്യരുമായിട്ടും ജന്തുക്കളുമായിട്ടും എല്ലാം റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം. അപ്പൊ കാലാവസ്ഥയായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഞാനിപ്പോ ഇരിക്കുന്ന അടിയിലൊരു ബനീനിട്ടിടായിരിക്കുന്നു, ഇത് റിലേഷൻഷിപ്പാണ്. തണുപ്പുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ തണുപ്പ് എന്നെ കുഴപ്പത്തിലാക്കും. ബന്ധപ്പെടുക, പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോവുക. ഏതിനും ഭക്ഷണം കഴിക്കുമ്പോൾ ഏതാ റാപ്പ് എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ വായെന്ന് നനയ്ക്കും, ഉണങ്ങിയിരിക്കുമ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ തൊണ്ടയില് സ്റ്റക്കപ്പ് ആവും. ഇതെല്ലാം റിലേഷൻഷിപ്പിന്റെ ഭാഗം. എന്താണ്? ഭക്ഷണവും ശരീരവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ തണുപ്പീന്ന് അങ്ങോട്ട് കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ റൂം ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് നമ്മളെ അങ്ങോട്ട് കയറ്റിയല്ല. അപ്പോൾ അതിൻ്റെ അവിടെ ഇന്റർമീഡിയറ്റ് റൂമുണ്ട്, ടെമ്പറേച്ചർ മീഡിയത്തിലിരിക്കുന്നത്. അവിടെ നമ്മളെ 5 മിനിറ്റ് ഇരുത്തിയിട്ടേ അകത്തേക്ക് കയറ്റുള്ളൂ. ഇതൊക്കെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സാറ് പറഞ്ഞ അതേ സെന്റൻസ് ഉപയോഗിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല. അതൊക്കെ അവിടെ ചേരുന്ന ഒരു വാക്കെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ കണ്ടില്ല ഈ റിലേഷൻ, ഈ റാപ്പോ എന്ന് പറഞ്ഞാൽ എവരിവരി യു ക്യാൻ യൂസ് ത്രൂ ഔട്ട് ലൈഫ്. ഈ തരത്തിൽ കൂടെ വരുമ്പോൾ മാത്രമേ ഒരു എന്നാ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ലെവൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെടുത്താലും എന്ന് പറഞ്ഞാൽ പൂച്ച എങ്ങനെ വീണാലും 4 കാല്. ഏത് ഇഷ്യൂ പറഞ്ഞാലും അയാൾക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കണം. ആരുടെ കൂടെയാണെങ്കിലും. നിങ്ങളുടെ ശത്രു വന്നാലും മിത്രം വന്നാലും നിങ്ങളെ ബാധിക്കാൻ പാടില്ല. അതാണ് NLPയുടെ പ്രത്യേകത. വേറെ ഒരു സബ്ജക്റ്റും ഇങ്ങനെ മൊത്തത്തിൽ, അതാണ് ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറയുന്നത്. ഇത് എത്ര പഠിച്ചാലും തീരുകയല്ല. പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ മതി നമുക്ക് ഏത് ഡീൽ ചെയ്യാനുള്ള കഴിവിലേക്ക് എത്തും. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എവിടെയും നമുക്ക് ഇഷ്യൂ ഇല്ല, അതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് മക്കളായിട്ടാണെങ്കിലും നാട്ടുകാരായിട്ടാണെങ്കിലും ഗവൺമെന്റ് ആയിട്ടാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും എന്തായിട്ടാണെങ്കിലും നമ്മുടെ മൂവ്മെന്റ് സ്മൂത്ത് ആയിരിക്കണം. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് എഡ്യൂക്കേഷന്, കൗൺസിലിങ്, കമ്മ്യൂണിക്കേഷന്, സ്പോർട്സ്, അതെങ്ങനെ വേണ്ട ഏതും, മെഡിസിന്. റീഫ്രെയിമിങ് ഡോക്ടർ ഷീജ 2 വാക്ക് പറഞ്ഞ്. റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മുടെ ചില പ്രത്യേകതകൾ വെച്ചുകൊണ്ട് അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്തായിരിക്കും എപ്പോഴും നമ്മളത് ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ഇപ്പോൾ നമുക്ക് അനുകൂലം അല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ കൂടി അതിനെ നമ്മുടെ അനുകൂലമാക്കി എടുക്കത്തക്ക രീതിയിൽ നമ്മൾ റീഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയേറെ നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് റീഫ്രെയിമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പരമേശ്വരൻ സാറെ 2 വാക്ക് പറയാമോ? റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് സന്തോഷം തരുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ആ ഭാഷ നമ്മുടെ മാറ്റി പ്രീസപ്പോസിഷൻ കൊണ്ടോ എന്തെങ്കിലും ഒരു ഇതിൽ മാറ്റി പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടും. അതിനെയാണ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? അതായത് ഇപ്പോൾ ഒരാൾ തർക്കിക്കാൻ വരികയാണ്. അപ്പോൾ ഇത് ശരിയല്ല എന്ന് പറയും. അപ്പം നമ്മളെന്ത് വരുന്നത് വെച്ചാൽ മാപ്പ് ഈസ് നോട്ട് ദി ടെറിട്ടറി എന്ന് നമ്മളങ്ങ് നമ്മളോട് തന്നെ പറയണം. അപ്പോൾ അയാളുടെ താങ്ക് യു. കബീറ ഫ്രീ ആയോ? കബീർ അൺമ്യൂട്ട് ചെയ്യാ. ഓക്കെ. റീഫ്രെയിമിനെ പറ്റി കബീറിനെ 12 എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട് കേട്ടോ. റീഫ്രെയിമിങ്ങിനെ പറ്റി 2 വാക്ക് പറഞ്ഞേ. അതായത് പിന്നെ നമ്മുടെ തോട്ട് റീചെയിൻ ചെയ്യുന്നതാണ് ശരിക്കും റീഫ്രെയിമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മതി. സിസ്റ്റർ മേഴ്സി പറയാമോ 2 വാക്ക്? നമ്മൾ ഒരു സിറ്റുവേഷൻ, ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാണാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു കൊച്ച് വളരെ ഒത്തിരി ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പേരൻസിന് അവളെ കൊണ്ട് ഡിസ്റ്റർബൻസ്, പേരൻസ് കംപ്ലൈന്റ്. You used to say the example. മേരി തക്കട 2 വാക്ക് പറയാമോ? റീഫ്രെയിമിംഗ് കബീർ അത് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, പറഞ്ഞോളൂ. മേരി തക്കട പറഞ്ഞോളൂ. നമുക്കുണ്ടാവുന്ന ശ്രീജാമോട് ശ്രദ്ധിക്കണേ. നമ്മുടെ ഓരോരുത്തരുടെ സംസാരം കഴിഞ്ഞ് മ്യൂട്ട് ചെയ്യണം. നമുക്കുണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ വെച്ചുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഏത് രീതിയിലാണോ അതിനെ ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതിലൂടെ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനും നമ്മളെ നിലനിർത്താനും സാധിക്കും. ഒരു ഉദാഹരണം പറയാമോ?
റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണം. ഇപ്പൊ നമുക്ക് ഉം, ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം വന്നു. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ചിന്തിച്ചിട്ട് അതന്നെ അങ്ങനെ ശരിക്കും എക്സാമ്പിൾ പറയാൻ ഞാൻ പറഞ്ഞു. എക്സാമ്പിൾ പറയുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് അത് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നോട് ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ആ സമയത്ത് ആദ്യം എനിക്ക് ദേഷ്യം തോന്നിയെങ്കിലും ഞാൻ അതിനെ ഒന്ന് എന്തുകൊണ്ടായിരിക്കും ആ സമയത്ത് അങ്ങനെ ചെയ്തത്, ദേഷ്യം വന്നത് അദ്ദേഹത്തിന് അങ്ങനെ വന്നു. ആർക്ക് പറയാൻ നല്ലൊരു എക്സാമ്പിൾ പറയട്ടെ പറഞ്ഞു. സിറ്റുവേഷന് നമ്മളൊരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോ ഇപ്പൊ സാറ് പറഞ്ഞാൽ ആ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോ നമ്മൾ ആ മതി. ഈ ട്രാഫിക് ബ്ലോക്ക് പറഞ്ഞാൽ ക്ലാരിറ്റി കിട്ടി. ട്രാഫിക് ബ്ലോക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെ ഒരു ഈസി ഗോയിങ് ആക്കി മാറ്റാൻ വേണ്ടി ആ ട്രാഫിക് ബ്ലോക്കിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വീഡിയോ കാണുക, പത്രം വായിക്കുക. അപ്പൊ നമ്മുടെ ട്രാഫിക് ബ്ലോക്കിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ 2 തരത്തിലുള്ള, ഇനിയിപ്പോ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. കോണ്ടെക്സ്റ്റ് റീഫ്രെയിമിംഗ് മതി. സ്റ്റോപ്പ്. നമുക്ക് ഒത്തിരി എണ്ണം കവർ ചെയ്യണം. ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാകണം അവർ എവിടെയാ നിൽക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാ. അല്ലാതെ കൊണ്ട് വേറൊന്നും ഇതിനകത്ത് ലക്ഷ്യങ്ങളൊന്നുമില്ല. സെൻസറി വേർഡ്സ് എന്താണെന്ന് ഒന്ന് പറയാവോ മേരിക്കുഞ്ഞിന്? അൺമ്യൂട്ട് ചെയ്തിട്ട്. കിട്ടുന്നില്ല. എന്നാ കബീർ പറഞ്ഞ വാട്ട് ഈസ് സെൻസറി വേർഡ്സ്? സാർ ഓർമ്മ വരുന്നില്ല എന്താന്ന്. ഓക്കെ. ഡോക്ടർ ഷീജ. സോറി സർ, സെൻസറി വേർഡ്സ് ഓർമ്മ കിട്ടുന്നില്ല സർ. സ്മെല്ല് ടേസ്റ്റ് ഒക്കെ അല്ല സാറേ? ആർക്ക് പറയാം സെൻസറി വേർഡ്സിനെ പറ്റി? സ്മെല്ല്, ടേസ്റ്റ്, അതൊക്കെ അല്ലേ? സ്മെല്ല്, ടേസ്റ്റ്. സെൻസറി എന്ന് വെച്ചാൽ നമുക്ക് സെൻസസ് കൊണ്ട് പെർസീവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കാണാനോ കേൾക്കാനോ. മതി. കറക്റ്റ് ആൻസർ ഇതാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ പറയല്ലേ. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന സംഗതികൾക്കാണ് സെൻസറി വാക്ക്. ചില സംഗതികൾ പഞ്ചേന്ദ്രിയങ്ങളോട് മനസ്സിലാകുകയല്ല. ഓക്കെ, പഞ്ചേന്ദ്രിയങ്ങളോട് മനസ്സിലാകാത്ത വാക്കിന്റെ പേരെന്താണ്? ആർക്ക് പറയാം? അയ്യോ, ഞാൻ പണ്ട് ക്ലാസ്സിൽ പറഞ്ഞ ആ വാക്ക് ഉപയോഗിക്കരുത്. അത് നമ്മുടെ വാക്കല്ല. NLPയുടെ വാക്ക് പറയൂന്ന് ഞാൻ അന്ന് പറഞ്ഞതാ. ഇൻടാഞ്ചിബിൾ അല്ല, അതൊക്കെ നിങ്ങളുടെ ലോയർമാരുടെ വാക്കായിരിക്കും. ഞാൻ പറയട്ടെ, ആർക്കും കിട്ടുന്നില്ല. ഇദ്ദേഹം പ്രെഡിക്കേറ്റ്സ് ഒക്കെ പറഞ്ഞാൽ -മാർക്ക് കിട്ടും കേട്ടോ. ഓഡിറ്ററി ഡിജിറ്റൽ എന്നുള്ള വാക്കാണ്. ഓഡിറ്ററി ഡിജിറ്റൽ. അത് നിങ്ങൾക്ക് ആ കൃത്യമായ വാക്ക് കിട്ടിയാൽ അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടെന്നെങ്കിലും അറിയണം. അതിന് ഉദാഹരണം ആർക്ക് പറയാം? ഇനി മേഴ്സി പറയണ്ട, വേറെ ആരെങ്കിലും പറ. ഓഡിറ്ററി ഡിജിറ്റിന്റെ എക്സാമ്പിൾ. കുടുംബകല ഉണ്ടാകുന്നത് മുഴുവൻ ഓഡിറ്ററി ഡിജിറ്റലാണ്. യു ഡോണ്ട് ലവ് മീ. നിനക്ക് എന്നെ നീ മനസ്സിലാക്കുന്നില്ല. ഇത് ഈ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവും കൂടെ അടി നടക്കുന്നത്, അല്ലെ പിള്ളേരുമായിട്ട് അടി നടക്കുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. നിങ്ങളുടെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് മറ്റേ പാർട്ടിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു യൂസ് ദ സെൻസറി വാക്കെന്ന് പറഞ്ഞ് കൊടുക്കണം. അവര് പറയണ യു ഡോണ്ട് ലവ് മീ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ലവ് ചെയ്യുന്നില്ലെന്നാ പറയുന്നത്? കൃത്യമായിട്ട് നീ വാക്ക് പറയണം. ഞാൻ വിശന്ന് വന്നപ്പോൾ എനിക്ക് ഭക്ഷണം തന്നില്ല,
അതങ്ങ് പറഞ്ഞാൽ പോരെ. പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എന്തിനാ പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞാൽ, അവരൊക്കെ എന്തോ മനസ്സിലാകാത്ത ഭാഷയിൽ കൂടിയാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കണം. ഇതിനല്ലേ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാ ഇഷ്യൂസിൻ്റെയും കാരണം. അവിടെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, NLP പഠിച്ചവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അവരെ രണ്ടുപേരെയും കാര്യങ്ങൾ മനസ്സിലാക്കി നോളജ് തലത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ബ്രേക്ക് സ്റ്റേറ്റ് എന്താണ്? ബ്രേക്ക് സ്റ്റേറ്റ് ആർക്ക് പറയാം? ഇപ്പോ ഒരു വിഷമായിട്ടിരിക്കുന്ന ഒരാള്, അയാൾ കൗൺസിലിങ്ങിന് മുമ്പായിട്ട് നേരത്തെ എന്താണ് കഴിച്ചത്, ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത്, സംബന്ധിച്ചു അത് വലിയ വലിയ ഐസ്ക്രീം കാര്യങ്ങളാണ്. ആണെങ്കിൽ വീട്ടിലെങ്ങനെയാ ബ്രേക്ക് സ്റ്റേറ്റിന്റെ ഒന്നിരുടെ ഉദാഹരണം പറ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ വേണം നമ്മൾ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കണം. വീട്ടില് ആരെങ്കിലും വരുമ്പോഴോ എനിക്ക് വേണ്ട. വെള്ളം കൊടുക്കും, എക്കിലെടുക്കുമ്പോ എന്താ ചെയ്യുന്നത്? കുട്ടികളെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കും. ചെയ്യുന്നത്, കുട്ടികളെ കരയുമ്പോ എന്നാ ചെയ്യുന്നത്? അപ്പൊ ഡൈവേർട്ട് ദ അറ്റൻഷൻ. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ NLP എന്നും പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആൾക്കാരുമായിട്ടല്ല ഇന്ററാക്ട് ചെയ്യുന്നത്, അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഈ ജാർഗൺസ് ഒന്നും ഉപയോഗിച്ച് നടക്കില്ല. അപ്പൊ അവിടെ വേണ്ട നമ്മുടെ ലൈഫിൽ എവിടെയാ പ്രാവർത്തികമാക്കുന്നത് നോക്കണം. കാലിബ്രേഷൻ എന്താണെന്ന് പറയൂ. ഡോക്ടർ ഷീജ പറയൂ. കബീറിന് പറയാവോ? പരമേശ്വരൻ സാറേ, എന്താ വാട്ട് ഈസ് കാലിബ്രേഷൻ? കാലിബ്രേഷൻ അറിയില്ല സാറേ. കാലിബ്രേഷൻ ഓക്കെ, അറിയത്തില്ല, വേണ്ട. ഓക്കെ. ഇതിനൊക്കെ നമ്മൾ പറയുന്നത് റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രീ വെബിനാർ എങ്കിലും നിങ്ങൾ എല്ലാവരും മാറി നിൽക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഫ്രീ വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഫ്രീ അല്ലേ? അതിപ്പോ എന്ത് കേൾക്കാനാണ് നിങ്ങളുടെ വരികയില്ല. ഓക്കെ. ഒരാളുടെ ഫിസിയോളജി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, നോൺ വെർബലായിട്ട്. കാൽക്കുലേറ്റ് ചെയ്യാന്ന് വേദന ഉണ്ടെങ്കിൽ മതി. കറക്റ്റാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി ശരീരഭാഷ കൊണ്ട് മനസ്സിലാക്കുക. ഷോൾഡറൊക്കെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്, ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണെങ്കിൽ അവൻ ആള് ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആൾ എന്താണെന്നുള്ളത് പ്രത്യേകം നോക്കേണ്ട ആവശ്യമുണ്ടോ? അവന്റെ കണ്ണ് കണ്ടാൽ അന്നേരം നമുക്കറിയാൻ പാടില്ല. കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ. ഇനി ആർക്ക് എന്ത് പറയാം? കോമ്പിറ്റൻസ്, 4 stages ഓഫ് കോമ്പിറ്റൻസ് ആർക്ക് പറയാം? ലേണിങ്ങിന്റെ 4 സ്റ്റേജസ് ആണ്. ആദ്യം എനിക്ക് അറിയാവുന്നതിന് എനിക്ക് അറിഞ്ഞുകൂടാ, ചില കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാതെ വരും. പിന്നീട് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് എനിക്ക് അറിയാമെന്ന് വരും. പിന്നെ അറിയാം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അറിയും എന്നുള്ളത് പിന്നെ ഞാൻ അത് മറന്നു പോകും ചിലപ്പോ. അറിയാം എന്നുള്ളത് തന്നെ ഞാൻ ചിലപ്പോ ബോധമായിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ആയിരിക്കും ചെയ്യുന്നത്. ഉദാഹരണം പറ. ഉദാഹരണം, ആദ്യം എനിക്ക് കാറുണ്ട്, പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്നുള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. രണ്ടാമത് ഞാൻ കാർ ഓടിക്കാൻ എനിക്ക് അറിയില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റി. പിന്നെ ഞാൻ കാർ പഠിച്ചു തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാനിപ്പോ നടക്കുമ്പോ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം, പക്ഷെ അത് എനിക്ക് ബോധപൂർവം വരുന്നില്ല, ഞാനത് വിട്ടു. എനിക്ക് കാർ ഓടിക്കാൻ അറിയാവുന്നത് എല്ലാ നേരവും ഞാനത് ഓർത്തിരിക്കുന്നില്ല. അത് എനിക്ക് അൺകോൺഷ്യസ് ആയിട്ട് തന്നെ ഞാൻ ഓടിക്കുകയാണെന്ന് തുടക്കത്തില് ഗിയറും ഇതൊക്കെ ബ്രേക്കും ഒക്കെ ചവിട്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പൊ എനിക്ക് ആരോടെങ്കിലും വർത്താനം പറഞ്ഞ് വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അൺകോൺഷ്യസ് ലെവലിൽ ഞാൻ കാർ ഓടിച്ചു. മതി. പരമേശ്വരൻ സാറേ, ഡിസോസിയേഷനെ പറ്റി രണ്ടു വാക്ക് പറയാം.
അൺമ്യൂട്ട് ചെയ്യണേ. അത് നമ്മൾ NLPയിൽ തെറാപ്പി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള ആള് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന ആള് അയാളുടെ വേറൊരു സെൽഫായിട്ട് ഇരുന്ന് മാറി അയാളെ തന്നെ കാണുകയാണ്. അപ്പോൾ ഈ ഡിസോസിയേറ്റിംഗ് ഫ്രം സെൽഫ് അങ്ങനെ കാണുമ്പോൾ അയാൾക്ക് ആ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറയും. അപ്പം നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു തിയേറ്റർ കൺസെപ്റ്റാണ് സാധാരണ NLPയിൽ പറയുന്നത്. തിയേറ്ററിൽ ഇയാൾ തന്നെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് മതി. ഇതിപ്പം തെറാപ്പി ബേസ്ഡ് ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ കൊണ്ടൊന്ന് പറയാ മേരി തക്കള. നമ്മളൊരു കൗൺസിലറൊന്നും അല്ലെന്ന് കുട്ട. നമ്മൾ ആരോട് പറയുന്നത് അതും കൗൺസിലറുണ്ട്. ആ ഒരു കണ്ടീഷനിൽ എങ്ങനെയാ ഇതിന് ഡിസോസിയേഷൻ നമ്മൾ വിവരിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്യണേ. ഒരാളെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാതെ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു കാര്യത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കരുത്. മതി. മേഴ്സി പറയാമോ? ഇപ്പൊ ഒരു വ്യക്തി നമ്മളോട് ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ ആ പ്രശ്നത്തെ വേറൊരാള് അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് വേറൊരു സാഹചര്യത്തിൽ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു. മതി. ഇപ്പോഴും ആ പോയിന്റിലേക്ക് വന്നില്ല. ശ്രീജാമോട് പറയാമോ? ഡിസ്കണക്റ്റ് ആയിട്ട് നിന്നൊരു സിറ്റുവേഷനെ നോക്കുക എന്നുള്ള ഡിസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഇതുമായിട്ട് ഡിസ്കണക്ട്. മേരിക്കുഞ്ഞിന് പറയാമോ ഒരു ഐഡിയ? ഒരു ലേമന്റെ ഭാഷ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഞാനും മകളുമായിട്ട് ഒരു വഴക്കുണ്ടായിന്ന് സങ്കല്പിക്കുക. അപ്പോ വഴക്ക് ഉണ്ടായി കഴിഞ്ഞു, സങ്കടം വന്നു, എല്ലാം കഴിഞ്ഞിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തു. കുട്ടി മാറി കഴിയുമ്പോൾ എനിക്കൊന്ന് ചിന്തിക്കാം, മാറിയൊന്ന് ചിന്തിക്കാം, എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് അതോ കുട്ടിയുടെ ഭാഗത്തായിരുന്നു, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം, എന്നിൽ നിന്ന് മാറി ഇന്ന് എന്നെ ഞാൻ വാച്ച് ചെയ്യാണ്, എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ പ്രശ്നം എന്താ? ആൾക്കാരുടെ പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് ആൾക്കാർ ഹാപ്പി അല്ലാത്തത്? അറ്റാച്ച്മെന്റ് ഉണ്ട്. അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറ. ഡിസോസിയേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് തന്നെ നിൽക്കും. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും ചിന്തിക്കുന്നു. കറക്റ്റ്. അതാ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴേ കറക്റ്റ് അവിടെ കയറി പിടിക്കണം. അതായത് നമ്മള് കേട്ടോ അസോസിയേഷൻ ഒന്നും സാധാരണക്കാരെ തലയിൽ കയറിയ മക്കളെ. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പം വി വിൽ ഗോ ടു ദ പാസ്റ്റ്. പൊക്കോ, അന്ന് അവിടെ ഒരു അടി നടന്നു, ആൾക്കാർ എന്നെ ചീത്ത വാക്കൊക്കെ പറഞ്ഞു, പൊക്കോ, ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് എ മെമ്മറി. പക്ഷെ ആ മെമ്മറിയുടെ കൂടെ ആ ഫീലിംഗ് കൂടെ നമ്മൾ കൊണ്ടിരുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. സോ യു ആർ അസോസിയേറ്റിംഗ് ദ ഫീലിംഗ് വിത്ത് യുവർ മെമ്മറി. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സംഗതി. അപ്പൊ നമ്മൾ ഒരു ലെവലിൽ എത്തണം. നമുക്ക് ഏത് മെമ്മറി വന്നാലും കുഴപ്പമില്ല. വി ആർ സ്ട്രോങ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഇതാണ് ഡിസോസിയേറ്റഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ഒരു തെറാപ്പി ഇല്ല, ഒരു ടെക്നിക്കാലിറ്റി ഇല്ല. നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ അത് അതിനെ തോട്ടുന്നില്ല. നമ്മളങ്ങനെ ഇപ്പൊ അപ്പൻ നമ്മളെ വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു കുഴപ്പമില്ല. അന്നപ്പം അമ്മ വഴക്ക് പറഞ്ഞു. പക്ഷെ എത്രയോ ആൾക്കാർ പറഞ്ഞുള്ളൂ, എന്നെ എൻ്റെ അപ്പനെ ഉപദ്രവിച്ചു, എന്നെ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ദേ ആർ നോട്ട് ഹാപ്പി. ഹാപ്പി ആയിട്ടുള്ളവർ പറയാം, യെസ് അപ്പനെ ദേഷ്യം വന്നു, എനിക്കിടെ എൻ്റെ കൂട്ടിയിട്ട് തന്നു, 2 ചീത്തയൊക്കെ പറഞ്ഞു, എന്നാ കുഴപ്പമിരിക്കുന്നു. ഇങ്ങനെ ആയിരിക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ. എങ്ങനെ എന്തൊക്കെ ഓർമ്മ വന്നാലും നമ്മൾ പൂച്ചയുടെ കൂടെ 4 കാലം വീണു. ചേമ്പലയാണ്. ചിന്തകളൊന്നും നമ്മൾ തൊടുകയല്ല. ഓർമ്മയൊന്നും പോകുകയല്ല. ഇതെല്ലാം ഓർമ്മയിലുണ്ട്. അത്രേ ഉള്ളൂ. ഇനി
അപ്പ് ടൈം ഡൗൺ ടൈം ആർക്ക് പറയാം? നാളെ നമ്മുടെ മാസ്റ്റർ തിയറിയുടെ ആർക്കും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഓർമ്മയിലോട്ട് വരുന്നത്. വാട്ട് ഈസ് എലിസിറ്റേഷൻ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മളെ കാര്യങ്ങളൊക്കെ സാധിക്കുന്ന എലിസിറ്റേഷനിൽ കൂടെയാണ്. എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് നാളെ ട്രിവാൻഡ്രത്ത് പോകണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എലിസിറ്റേറ്റ് ചെയ്യും, നടന്നതായിട്ട് കാണും. നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചറിലെ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഇപ്പം നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതെ, അത് സോ എലിസിറ്റേറ്റിംഗ്. ഇപ്പം നടപ്പിലാക്കലാണ്. അപ്പൊ രാത്രി കിടക്കുമ്പം നാളെ പോകുന്ന കാര്യം, ഇത് പിള്ളേരൊക്കെ ടൂറിന് പോയത് അവർ അനുഭവിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. പോകാൻ പോകുന്നേ ഉള്ളൂ. ആരുടെങ്കിലൊക്കെ തലേ ദിവസം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇന്നടത്താ പോണ, അവിടെ മലകളുണ്ട്, അത് കയറും ഇത് കയറും എന്നൊക്കെ പറയുമ്പോൾ ഉറക്കത്തിൽ അവർ ചെയ്യുന്നതായിട്ട് എലിസിറ്റ് ചെയ്തിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്, സ്വപ്നം കണ്ടാണ്. ഇതാണ് എലിസിറ്റേഷൻ. ദാറ്റ് ഇസ് ദ മോസ്റ്റ്. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം സാധിക്കാൻ പറ്റില്ല ജീവിതത്തിൽ. ഇതാണ് എലിസിറ്റേഷൻ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൗൺസിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫൈനലായിട്ട് അവരെ എലിസിറ്റേറ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പോഴാണ് they become very happy, as if they have gone through those things. ഇതാണ് കൗൺസിലിങ്ങിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അവർ സന്തോഷത്തിൽ ഇനി ഇറങ്ങി വരുന്നത്. ഇപ്പോൾ അമ്മയായിട്ട് ഒരു ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ഉദാഹരണമൊക്കെയാണ്. 2 ചേട്ടത്തി അനിയത്തിമാര്. അതിൽ അനിയത്തി എപ്പോഴും അമ്മയുടെ എന്ന് പറഞ്ഞാൽ 10-20 വയസ്സൊക്കെ ആയവരാന്ന് കൂട്ടിക്കോ. അനിയത്തി പെണ്ണ് അമ്മയുടെ മടിയിലൊക്കെ കയറിയിരിക്കുക, അമ്മ ഉണ്ട ഉരുട്ടി കൊടുത്തിഞ്ഞാൽ തിന്നുകയൊക്കെ ചെയ്യും. പക്ഷേ ചേട്ടത്തിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് റെഡിയായി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എലിസിറ്റ് ചെയ്ത് വിട്ടിട്ട് വീട്ടിൽ ചെന്നപാടെ അവിടെ അമ്മയുടെ മടിയിൽ കയറി. അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സാധിക്കാം. ചെയ്യാത്ത കാര്യം ഇങ്ങനെ ചെയ്യുന്നു. ഇതാണ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. നടപ്പിലാക്കൽ, കറക്റ്റ് വാക്കതാണ്. ഇതൊക്കെ കൗൺസിലിങ്ങിനൊന്നും ഉപയോഗിക്കേണ്ട, അല്ലാത്തതിന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടാൻ ആൾക്കാരോട്. ഓക്കെ. അപ്പോ കബീർ പറഞ്ഞ ഫിൽറ്റേഴ്സ്, NLP ഫിൽറ്റേഴ്സ്. കബീർ ഉണ്ടോ അവിടെ? ഇതൊക്കെ നമ്മുടെ ബേസിക്കലും പഠിച്ചു. ഈ പറഞ്ഞ NLP ഇതിനകത്ത് അഡ്വാൻസിനും പഠിച്ചതാണ്. ഡോക്ടർ ഷീജ പറയാമോ ഫിൽറ്റേഴ്സ്? സർ, അത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ പലതരത്തിൽ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. മതി. അതിന്റെ ബാക്കി പറഞ്ഞ മേരിക്കുഞ്ഞ് പറഞ്ഞു. ഫിൽറ്ററിങ്, ഫിൽറ്റേഴ്സ്. വേണ്ടാത്തത് നമ്മൾ അപ്പൊ തന്നെ ഉപേക്ഷിച്ച് കളയുക. ഓക്കെ. ഏതായാലും നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. ഇതൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമ്മൾ അറിയാതെ സബ് കോൺഷ്യസ് ലെവലിൽ നടക്കുന്നതാണ്, ഡ്യൂ ടു സർട്ടൺ റീസൺസ്. അതാണ് ഫിൽറ്ററിങ് ഈസ് ടേക്കിംഗ് പ്ലേസ് ബിക്കോസ് ഓഫ് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, ചില ഓർമ്മകളുണ്ട്, അതൊക്കെ പണ്ടത്തെ ചില അനുഭവങ്ങൾ, മെറ്റാ പ്രോഗ്രാംസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. ഫ്യൂച്ചർ പേസിങ്ങിനെ പറ്റി ആർക്ക് പറയാം? പരമേശ്വരൻ സാറിന് പറയാമോ? അതായത് നമ്മൾ നാളത്തേക്ക് ആവശ്യത്തിനുള്ള ഒരു കാര്യം ഇന്ന് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അതായത് നാളെ ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ നാളെ സുഖമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അകത്ത് കയറ്റി വയ്ക്കുകയാണ്. അതിനെ ഫ്യൂച്ചർ ബേസിംഗ് എന്ന് പറയാം. എവിടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? നമ്മുടെ പറ.
പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ അത് ഈ പറഞ്ഞിടത്തല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമല്ല. ഫ്യൂച്ചർ പേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഒരു ലെവൽ എത്തിച്ചല്ലോ, എന്നിട്ട് അവര് നാളെ ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കാണുന്നു, പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കാണുന്നു, പിന്നെ ലൈഫ് ടൈം നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഫ്യൂച്ചർ പേസ് എന്ന് പറയുന്ന കറക്റ്റ് സംഗതി. ഓക്കെ, പരമേശ്വർ പറഞ്ഞ സംഗതിയൊക്കെ ശരിയാണ്. മെറ്റാഫോർ എന്ന് പറഞ്ഞ എവിടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? 1-2 ഉദാഹരണത്തിൽ കൂടെ ആർക്ക് പറയാൻ പറ്റും? മെറ്റാഫോർ അത്യാവശ്യമുള്ള സംഗതിയാണ് മെറ്റാഫോർ. മെറ്റാഫോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഒക്കെ ടപ്പെന്ന് തീരും. കറക്റ്റ് മെറ്റാഫോർ ഉപയോഗിക്കും. പറഞ്ഞ കാര്യങ്ങള് അവരോട് തന്നെ പാരഫ്രൈസ് ചെയ്ത് പറയുമ്പോൾ, നിങ്ങൾ ഇപ്പൊ ചെകുത്താനും കടലിലും നടുവിലാണല്ലേ എന്ന് ചോദിക്കുമ്പോ കൗൺസിലിംഗ് അവരെ പൂർണ്ണമായിട്ട് കൗൺസിലറിന് ബോധ്യായി മതി 2 മണിക്കൂർ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ഒരൊറ്റ മെറ്റാഫോർ, ചിലപ്പോൾ ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി, അതോടുകൂടി അവർക്ക് മനസ്സിലാകും അവര് പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് ഓപ്പണപ്പ് ആകും. അവരറിഞ്ഞുകൊണ്ട് ഓപ്പണപ്പ് ആകുന്നതല്ല, അറിയാതെ കൊണ്ട് തന്നെ അവര് ഒരിക്കലും ഓർക്കാത്ത കാര്യങ്ങൾ വരെയും ചാടി നമ്മളോട് പറയാൻ തുടങ്ങും. അതാണ്. അതിന് വേണമെങ്കിൽ ഉദാഹരണമൊക്കെ ഇവിടെ പറഞ്ഞ് നീണ്ടു പോകാണ്ട് പറയുന്നില്ല. ഞാൻ ചില മെറ്റാഫോർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഓപ്പണപ്പായി, സാറേ എൻ്റെ ഓർമ്മയിൽ ഒരു കാര്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പം അതോടുകൂടി ആ സ്ത്രീയുടെ പ്രശ്നം തീർന്നു. ഓക്കെ, മിൽട്ടൺ മോഡൽ എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്ക് പറയാം? മിൽട്ടൺ മോഡൽ എന്ന് പറയുന്നത് എറിക് മിൽട്ടൺ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് വേ ഓഫ് കൗൺസിലിംഗ് ആണ്. ഓക്കെ, ഫൈൻ, മതി അത്രയും മതി. നമുക്ക് വേണ്ട എഴുതിയാൽ മതി. വേറൊരു മോഡൽ ഉണ്ടോ? അത് ഏതാണെന്ന് ആർക്ക് പറയാം? കബീറിന് പറയാവോ? ഡോക്ടർ ഷീജയ്ക്ക് അറിയാവോ? ഇല്ല സർ. ഇല്ല, ആർക്കാ അറിയാവുന്ന? മെറ്റാ മോഡൽ ക്വസ്റ്റ്യൻസ്. മെറ്റാ മോഡലിന് എവിടെയാ മെറ്റാ മോഡൽ ഉപയോഗിക്കേണ്ടി വരുന്നത് പറയാമോ? സെൻസറി അല്ലാത്ത ഡീപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനത്തിനെ ഡീപ്പായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് മുഴുവൻ കിട്ടാതെ വരുമ്പം മെറ്റാ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് നമ്മൾ സാധാരണ ലൈഫിൽ ചോദിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നത് ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണ്, ഇതാണ് അതിന്റെ തിയറി ബേസ്ഡ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കാന്നുള്ളതാണ്. പെർസെപ്ച്വൽ പൊസിഷൻസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ പറ, കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇല്ലെന്ന് പറ. കേട്ടിട്ടുണ്ട്. എന്നാ ഒരു അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞ് മേഴ്സി പറ. സ്മാർട്ട് ഗോൾസ് ആർക്ക് പറയാം? ഞാൻ പറയാം സർ. പറഞ്ഞു. സ്മാർട്ടിന്റെ ഫുൾ ഫോം പറഞ്ഞാലും മതി ആദ്യം. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. ഇക്കോളജി ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്ക് പറയാം? 1-2 ഉദാഹരണത്തോടു കൂടി പറയണം. ഇക്കോളജി ചെക്ക് വേറെ ലോകത്തിലെ ഒരു മാനേജ്മെന്റുകാരും കണ്ടുപിടിക്കാത്ത സാധനമാണ് NLPക്കാരുടെ സാധനം ഇക്കോളജി ചെക്ക്. ഇക്കോളജി ചെക്കിന്റെ കുറവ് കൊണ്ടാണ് പലതും പരാജയപ്പെട്ടു പോകണം. അത് പറ.
ചുറ്റുപാട് ഒന്നും ബാധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ഇക്കോളജിക്കലി ഓക്കെ ആണെന്നുള്ളത് നോക്കി അതിനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞേ. ഒരു ഫ്ലാറ്റില് ഒക്കെ സമീപത്ത് ഒരു മീൻ കടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ കംഫർട്ടബിൾ ആണോ എന്ന് നോക്കി. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങും, ആരെങ്കിലും കൂടെ കേസ് കൊടുക്കും, കട പൂട്ടുകയും ചെയ്യും. പിന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെടുത്തി ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഉദാഹരണം? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണ, ജീവിതത്തിൽ എപ്പോഴും വേണ്ടി വരുന്നതാണ്. നമ്മുടെ സാർ പറയുന്ന ഉദാഹരണം മതിയോ? പറഞ്ഞു, എന്തെങ്കിലും പറ. വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ അമേരിക്കക്ക് പോണ ഒരാള്, ഗൾഫിലേക്ക് ജോലിക്കായിട്ട് പോണ ഒരാള്, വീട്ടില് പേരൻസ് ഉണ്ട്, വയസ്സായ പേരൻസും വൈഫ് ഗർഭിണിയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അയാള് നമ്മുടെ പ്ലാൻ വിദേശത്ത് ഇടുമ്പം ഇത് നമ്മുടെ വീട്ടിലുള്ളവരെ ബാധിക്കുമോ നാട്ടിലുള്ളവരെ ബാധിക്കുമോ എന്നൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ആ പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റ് മാത്രം നോക്കിയാൽ പോരാ. 1 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരു 5 ലക്ഷം രൂപയുടെ ഓഫർ വന്നു കഴിഞ്ഞപ്പം നേരെ സിംഗപ്പൂരിന് പോയേക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഭാര്യ ഗർഭിണിയാണ്, അപ്പം പ്രസവിക്കാൻ പോവുകയാണ്, അപ്പൻ 85 വയസ്സായി, അയാൾ മരിക്കാറായി കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അയലോക്കംകാരായിട്ടൊരു കേസ് ഇങ്ങനെ മൂത്തതിന് നിൽക്കുമ്പോഴാണ്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ഇട്ടതും പോയി, പിടിച്ചതും ഇല്ല, അതും ഇല്ല നമ്മൾ പറയരുത്, ആ തരത്തിലേക്ക് പോകും. ഇതാണ് സംഗതി. ആസിഫ് എന്നുള്ളത് വാക്കാൻ കൂടി കേട്ടോ. ASIF, ആസിഫ്. NLPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആസിഫ്. പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ആസിഫ് വെച്ചിട്ടാണ്. അത് നടന്നതായിട്ട് ചിന്തിക്കുക. നടക്കുന്നതായിട്ടോ നടന്നതായിട്ടൊക്കെ ചിന്തിച്ചിട്ട് ആസിഫ് ഇതുപോലെ എങ്ങനെയാണെന്നങ്ങ് വിചാരിക്കുക. ഒരു മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് 5 ഡിപ്പാർട്ട്മെൻറ്റുകാർ വേണം. അപ്പോൾ അതിനകത്ത് 4 ഡിപ്പാർട്ട്മെൻറ്റുകാരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ 5ാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉണ്ടെന്നങ്ങ് വിചാരിക്കുക. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചർച്ച നടക്കുക. അപ്പോൾ ആ ആളുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതാരെങ്കിലും പറഞ്ഞു പോകും. ഇയാളുണ്ടെങ്കിൽ അതിനെ ഇന്ന തരത്തിൽ എതിർക്കുമായിരുന്നു. അപ്പോൾ അയാളോ ഇല്ലെങ്കിലും ആസിഫ് അയാളുള്ളതുപോലെ വിചാരിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നടത്തുന്നു. വീട്ടിലതുപോലെ എങ്ങനെയാണല്ലോ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം, കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരാളും കൂടെ കൂടുതലുണ്ടെന്ന് വിചാരിക്കുക, അത്രയും കൂടെ കൂടുതൽ അരിയും ഇട്. ബൈ ചാൻസ് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് പട്ടിണി ആകാൻ പാടില്ലല്ലോ. അതാണ് ഈ ആസിഫ് എന്ന് പറയുന്നത്. ആസിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റിക്ക് എപ്പോഴും വേണ്ടത് ആസിഫ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കും നമ്മൾ എപ്പോഴും. സബ് മൊഡാലിറ്റീസ് ആര് പറയും? എന്താണ് സബ് മൊഡാലിറ്റീസ്? വേക്കോഗ് എന്നുള്ളതാണ്. ഒന്നിൻ്റെ ഉദാഹരണം പറഞ്ഞാണ്. അതായത് നമ്മുടെ ഇതിനകത്ത് VAKOG എന്നുള്ളതാണ്. മേഴ്സി പറഞ്ഞു. വിഷ്വൽ ഓഡിറ്ററി. സാറേ മതി, നിർത്തും. മേഴ്സി പറ. സബ് മൊഡാലിറ്റീസ് അൺമ്യൂട്ട് ചെയ്തിട്ട്. നമുക്ക് ബേസിക് സെൻസറി ഓർഗൻസിൽ കൂടി ലഭിക്കുന്ന കാര്യങ്ങൾ, അത് കാണുന്നത് കേൾക്കുന്നത് ഒക്കെ, അതിനെ നമ്മൾ ഒരു ബ്രൈറ്റ്, ഞാൻ സോ ഇറ്റ് വെരി ക്ലിയർലി. അതുപോലെ തന്നെ അതിന്റെ സൈസ്, ബിഗ് സൈസ്, ഐ കുഡ് സീ എ ബിഗ് സൈസ്. ഓഡിറ്ററി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ കൃത്യമായ ആൻസർ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിനെ കൃത്യമായിട്ട് വേറൊരാൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ റെപ്രസെന്റേറ്റീവ് സിസ്റ്റത്തിന് അതിനെ സബ് മൊഡാലിറ്റീസ് ഉപയോഗിച്ച് കൂടുതൽ ഫൈനായിട്ട്
അതാണ് സബ് മൊഡാലിറ്റി. എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മളൊരു കളർ കണ്ടു, അതൊരു വെരി ബ്രൈറ്റ് കളർ ആയിരുന്നു. കളറാണ്. ആ. ഇതെല്ലാം നമ്മൾ ഒരു തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന സബ് മൊഡാലിറ്റീസ്. തെറാപ്പിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സബ് മൊഡാലിറ്റീസ് ആണ്. പിന്നെ പ്രഷർ, ലൊക്കേഷൻ, അതിനെയൊക്കെ നമ്മൾ ആ സബ് മൊഡാലിറ്റീസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഫൈൻ, താങ്ക് യു. മേരി തകട പറയാ, ഐ ആക്സസിങ് ക്യൂസ്. അൺമ്യൂട്ട് ചെയ്യണേ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ചലനങ്ങള്, ബോഡി, ഐ കോണ്ടാക്ട്. സീനയ്ക്ക് പറയാമോ? ക്ലാരിറ്റി കുറവാണ് സാറേ. കണ്ണ് മുകളിലേക്ക് ഇടതുവശത്താണെങ്കിൽ അത് ഒരു പഴയ ഒരു ഓർമ്മേനെ കൊണ്ടുവരുന്നതാണ്. അത് നടുവിലാണെങ്കിൽ കണ്ണ് താഴെ അങ്ങനെ താഴെ വലത്ത് സൈഡിൽ താഴേക്ക് പോവുകയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഫീലിങ്ങിനെ കൺസ്ട്രക്റ്റ് ആണ്. വലത്ത് വശത്ത് താഴേക്ക് കണ്ണ് പോവുകയാണ്. വലത്ത് വശത്തേക്ക് കണ്ണ് താഴേക്ക് പോകുന്നു. Trying to get a feeling and അതെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴല്ല നമുക്ക് ആ പിക്ചർ നമ്മുടെ മനസ്സിൽ വരണം. വലത്ത് വശത്ത്, അതാ പടത്തില് വലത്ത് വശത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അവിടെ ആ സ്ഥലത്തേക്ക് പോകും. ഇനി മറ്റേ എതിർവശത്താ പോകുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടത്ത് വശത്ത് താഴേക്കാ പോകുന്നെങ്കിൽ ഉള്ളിൽ തന്നെ പറയുമായിരിക്കും. സെൽഫ് ടോക്ക് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് മറ്റുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം എന്താണ്. ഇനി നമ്മൾ ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ ഇൻട്രസ്റ്റഡ് ആണോ ഇല്ലയോ? അതായത് നമ്മൾ പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പഴയ ആൾക്കാരുടെ രീതിയൊക്കെ എന്നാന്ന് വെച്ചാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ തീരെ ഇൻട്രസ്റ്റഡ് അല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ സ്ഥലം വിടും, അല്ലെങ്കിൽ അവരുടെ വേറെ വഴിക്ക് പോകും. നമ്മുടെ ഉദ്ദേശ കാര്യം നടക്കുകയുള്ളൂ. ഒരു പ്രസംഗകനാണേലും സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ ഓരോരോ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ടോപ്പിക്ക് അവർ മാറ്റി മാറ്റി പിടിക്കും, അല്ലെങ്കിൽ അവർ കൂവാൻ തുടങ്ങും ആൾക്കാർ. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളതാണ്. ഒന്നുള്ള ഉദാഹരണം കൂടെ പറയണം. How do you know that the other person is interested in you? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. റെസ്പോൺസസ്, പേസിങ് ആൻഡ് ഗ്ലീഡിങ്. ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഈ കൈ ഇങ്ങനെ മടക്കി വെച്ചിരുന്ന നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള ഇതാണ്. അത് എക്സാമ്പിൾ ആണ്. സാധാരണ നമ്മൾ കാണുന്ന കാര്യം പറയാനേ, അവന്റെ ആ നിപ്പ് ഇരിപ്പൊക്കെ കാണുമ്പോഴേ അറിയാം. ബോഡി ലാംഗ്വേജ് കൊണ്ട് അറിയാം. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരാള് വാച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്നേരം ഓർത്തുണ്ടാ മതി അവന് ഇവിടെ താല്പര്യം കുറഞ്ഞ, വാച്ച് നോക്കിയാൽ സമയം പോവാറായി. അതുപോലെ തന്നെ അവന് വേറെ വല്ലയിടത്തോട്ട് നോക്കി നിൽക്കും. നമ്മളിവിടെ കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, അവനെ ചെറുത്ത ആ പക്ഷി പറന്നു പോകുന്നോ അല്ലെങ്കിൽ ഈച്ച പോകുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കും. ഇതൊക്കെയാണ്. ഓക്കെ.